നമസ്കാരം. പിണറായിസത്തിന് ബൈ ബൈ. ജനങ്ങളെ നോക്കി ചോദിച്ച ചോദ്യങ്ങളും പരിഹാസങ്ങളും ഇപ്പോൾ പിണറായി വിജയനെ തിരിഞ്ഞുകുത്തുന്നു. പരാജിതനായി നാട്ടിൽ നിന്ന് തലസ്ഥാനത്തെത്തിയ പിണറായി വിജയൻ ഇതുവരെ കേരളത്തോട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പാർട്ടി അണികൾ കൂടി ഭരണമാറ്റത്തിനൊപ്പം നിന്നതിനാൽ പിണറായിയുടെ മൗനത്തിനൊപ്പം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത് സ്തുതിപാഠകരും അനുയായികളും മാത്രമാകും. ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ ഔദാര്യമായി ഉയർത്തിക്കാട്ടുന്ന ഭരണാധികാരികൾക്ക് കിട്ടുന്ന അനിവാര്യമായ പതനം. വർഗീയതയ്ക്കൊപ്പമല്ലെന്ന് ഉച്ചത്തിൽ പറയുകയും വർഗീയവാദികളെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്തതുപോലെയുള്ള ഇരട്ടത്താപ്പിന് കിട്ടിയ തിരിച്ചടി. രക്ഷാപ്രവർത്തനവും വീട്ടിൽ പോയി ചോദിക്കലും കടക്ക് പുറത്തുമൊക്കെ ചേർത്ത് പിണറായിസത്തിന് ബൈ ബൈ പറയുമ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി ആരാകും? എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ച നാളെയാണ് CPM നടത്താൻ പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ തലസ്ഥാനത്തുണ്ട്. അദ്ദേഹം മിക്കവാറും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുവാനാണ് സാധ്യതയുള്ളത്. മറ്റ് ഘടകകക്ഷികളും അവരവരുടെ യോഗങ്ങൾ ചേരാൻ പോവുകയാണ്. LDFന്റെ ഒരു വിലയിരുത്തൽ അതിനുശേഷം ഉണ്ടാകും. എന്തുകൊണ്ട് തോറ്റു? ഇതിനിടെയാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഉയരുന്നത്. കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു, തർക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ CK ഷാക്കിർ, ശ്രീ N ശ്രീകുമാർ എന്നിവർ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ പതനം എന്ന് പറയുന്നത് പിണറായിസത്തിനേറ്റ തിരിച്ചടി അത് തന്നെയല്ലേ? അങ്ങനെ പറയുകയല്ലേ നല്ലത്? പിണറായിസം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയല്ല. കാരണം അത് അൻവർ കണ്ടുപിടിച്ച വാക്കാണ്. അൻവർ എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷലിപ്തമായ ഒരു പ്രയോഗമായിട്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. നല്ല രീതിയിലും പറയാം അല്ലേ? അദ്ദേഹത്തെ പൊതുരാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെ ഒരു വൈദഗ്ധ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയനെ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ അദ്ദേഹം കൊത്തി. അതേ കളി സതീശൻ്റെ അടുത്തെടുത്തു. പക്ഷേ VD സതീശൻ്റെ അടുത്ത് നടന്നില്ല. അതും കൂടെ ഓർക്കണം. VD സതീശൻ ബലം പിടിച്ചു നിന്നു. അതാണ് സതീശൻ്റെ നിലപാട്. സതീശനെ അവിടെ പിടിച്ചു നിർത്തി. ഒരു കളിയും കളിച്ചില്ലല്ലോ. സതീശനെതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ലേ നിയമസഭയിൽ, കേരള നിയമസഭയിൽ? എന്തായി? സതീശനൊരു മറുപടി പറഞ്ഞിട്ടേ എന്തായിരുന്നു അറിയാമോ? എവിടെ പോയി അൻവർ? PV അൻവർ. സതീശൻ, അതാണ് സതീശൻ. അതായത് മഞ്ജുഷേ, പിണറായി വിജയൻ്റെ അടുത്ത് ചിലവാകുന്ന കളികളൊന്നും സതീശൻ്റെ അടുത്ത് നടന്നില്ല. അപ്പം പിണറായിയാണോ സതീശനാണോ വലുത് എന്ന ചോദ്യം കൂടി ഉണ്ട് അതിനകത്ത്. പോട്ടെ, ഇപ്പം പറയുന്നത് ഈ പരാജയത്തിൽ പ്രധാനമായ ഒരു ലക്ഷ്യം പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല CPMൻ്റെ അകത്തെയും ഒരു വിഭാഗം, വലിയ വിഭാഗം ആൾക്കാരുടെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരെയായിരുന്നു, അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരെയല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, നോക്കുകൾ, അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നും കൊണ്ട് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, പറയരുതാത്ത ചില കാര്യങ്ങൾ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റോഡ് ഷോയ്ക്ക് സമാനമായ ദൃശ്യങ്ങളാണ് എറണാകുളത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ VD സതീശന് അണികൾ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. UDF പ്രവർത്തകർ ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിലാണോ VD സതീശനെ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നറിയാനിരിക്കുകയാണ്. VD സതീശനാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണം കൊച്ചിയിൽ നൽകുന്നത് UDF പ്രവർത്തകർ. അല്ല, ഈ VDS CM എന്നല്ലേ പറയുന്നത്? VDS CM എന്നാണ്. അതായത് അണികൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു ശില്പി VD സതീശൻ തന്നെയാണ്. കാരണം 5 വർഷം കൊണ്ട് അദ്ദേഹം നെയ്തെടുത്ത ഒരു വിജയമാണ് ഇത്. അതിനകത്ത് യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് കോൺഗ്രസിന് മുമ്പിൽ. അത് ഒരു പക്ഷേ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക.
അത് വി.ഡി. സതീശൻ പോലും പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. അതെപ്പോഴും കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ, ഹൈക്കമാൻഡിന്റെ മേലെല്ലാം കെട്ടിവെക്കുകയാണല്ലോ, ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കട്ടെ. അപ്പോൾ ലെജിസ്ലേച്ചർ പാർട്ടി കൂടിയാൽ പോലും അവർ തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു, എന്നിട്ട് അവർ രഹസ്യമായിട്ടൊക്കെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളോട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എണ്ണി തിട്ടപ്പെടുത്തിയ വോട്ടനുസരിച്ച് UDF നേടിയ സീറ്റുകൾ, അതിൻ്റെ ഒരു ആധിക്യം, അതിൻ്റെ ഒരു വളർച്ച, UDFിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു വളർച്ച, ആനുപാതികമായിട്ട് കോൺഗ്രസിന് കിട്ടിയ സീറ്റ് കണ്ടോ, സീറ്റുകളുടെ എണ്ണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ സീറ്റുകൾ കിട്ടുന്നത്. ഇതിനൊക്കെ കാരണം സാക്ഷാൽ വി.ഡി. സതീശനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ എവിടെ പോയാലും ഇത് UDFിന് അനുകൂലം അല്ലെങ്കിൽ UDF തരംഗം എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇത് പിണറായി വിരുദ്ധ തരംഗം എന്നുള്ളതാണോ? UDF അല്ല, ഒരു തരംഗം ഉണ്ടാകണമെങ്കിൽ ഒരു മറുതരംഗം കൂടെ വേണമല്ലോ. പക്ഷേ ഇത് പിണറായി വിജയനെതിരായുള്ള ജനവിധി, അത് ഞാൻ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. ഒരു കൂട്ടം പാർട്ടി അണികൾക്ക് അല്ലെ പാർട്ടിക്കാർക്ക് പിണറായി വിജയൻ എന്നത് ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഞാനത് ചോദിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ചെയ്തികളല്ലേ അതിന് കാരണമായതെന്ന്. അപ്പോൾ ആ വലിയ കൂട്ടം, അത് കുറച്ച് നേതാക്കൾ മാത്രമല്ല, ഒരു വലിയ വിഭാഗം അണികൾ LDF അധികാരത്തിൽ തുടരുന്നത് ശരിയല്ല, അത് പാർട്ടിയെയും മുന്നണിയെയും തകർക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് പിണറായി വിരുദ്ധരാണ്, അതായത് പിണറായി വിജയൻ്റെ ചെയ്തികൾക്കെതിരെയുള്ള വികാരമാണ്. അതായത് ഞാൻ പിണറായി വിരുദ്ധ വികാരമല്ലേ അവിടെ പ്രതിഫലിച്ചത് എന്ന് തോന്നുന്നു. പിന്നെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് UDF ആണ്. അതുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടായി. അതെ മഞ്ജുഷേ, നമ്മൾ ഈ രാഷ്ട്രീയത്തെ ആ നിലയ്ക്കൊന്ന് കണ്ടു നോക്കിയേ. ഓരോ തെരഞ്ഞെടുപ്പിനും EMS നമ്പൂതിരിപ്പാട് ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? കയ്യിലൊതുക്കിയത് നമ്മുടെ ഇറാഖിലെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സദ്ദാം ഹുസൈൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്വന്തമാക്കി സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. 84 അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വർഗീയത, ന്യൂനപക്ഷ വർഗീയത അപകടമാണ്, അതാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാകുമെന്നുള്ള EMSൻ്റെ ഒരൊറ്റ പ്രസംഗം, അതിൻ്റെ പേരിൽ നടന്ന പൊല്ലാപ്പ്, വഴക്ക്, ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ 87 തെരഞ്ഞെടുപ്പ് CPMൻ്റെ കയ്യിലായി. 87 അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ എന്താ ചെയ്തതെന്നറിയാവോ? അത് ഭയങ്കര രസമാണ്. ഞാനിത് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു, കുറച്ചൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങൾ. CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ കുറേ വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു. കണ്ണൂരിൽ നിന്നും കുറേ വിവരങ്ങൾ ശേഖരിച്ചു. എന്താണെന്നറിയാമോ? CPMൻ്റെ അകത്ത് വി.ഡി. സതീശൻ ചില നീക്കങ്ങൾ നടത്തി. പച്ചയ്ക്ക് പറഞ്ഞാൽ ചില കളികൾ കളിച്ചു. ആ കളികളെയാണ് അദ്ദേഹം പേരിട്ട് വിളിച്ചത് വിസ്മയങ്ങൾ കാണും നിങ്ങൾ, വിസ്മയങ്ങൾ കേരളം കാണും. എന്തായിരുന്നു അറിയാം വിസ്മയം? G. സുധാകരൻ, CPMൻ്റെ വളരെ ശോഭിക്കുന്ന ഒരു നേതാവ്, ഒരു അഴിമതി തൊട്ട് തിണ്ടിയിട്ടില്ലാത്ത, നമുക്കൊക്കെ വലിയ ബഹുമാനത്തോടെ കാണുന്ന, നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടുകൂടി കാണുന്ന G. സുധാകരൻ ആലപ്പുഴയിൽ അദ്ദേഹം ഇങ്ങനെ ബിംബിഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ളവരൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അവർക്കൊന്നും 75 വയസ്സ് പ്രായം പരിധിയൊന്നൊരു പ്രശ്നമല്ല. ഞാനിവിടെ തൊണ്ട് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു. അത് പിന്നെ ആരാ? ഐഷ പൊറ്റി, കൊട്ടാരക്കര, വളരെ നിരാശപ്പെട്ട് കഴിയുകയാണ്. അവർക്ക് കാറില്ല എന്നൊക്കെയാണ് പരാതി. കാറ് തന്നില്ല, MLA ആയിട്ടും കാറ് തന്നില്ല എന്നൊക്കെയാണ് പരാതി. എന്നിട്ട് എന്നെ വീട്ടിലിരുത്തിയിരിക്കുന്നു, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി യോഗത്തിന് പോലും പങ്കെടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു അത്തരം കാര്യങ്ങൾ ഒടുവിൽ നോക്കിയപ്പോൾ എന്തെന്നാ കണ്ണൂരിലെ കാര്യങ്ങളിലേക്ക്, കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കോട്ടയാണ്, അവിടേക്കും കടക്കാൻ പറ്റത്തില്ല. CPM അംഗങ്ങൾക്ക് പോലും കിട്ടാത്ത തരത്തിൽ ഉള്ള കോട്ട ഒരുക്കിയ ആ രഹസ്യ കോട്ടയിൽ കടന്നു ചെന്ന് വി.ഡി. സതീശൻ്റെ ആൾക്കാർ, ആരോ ദൂതന്മാരോ ശിങ്കിടികളോ എന്തൊക്കെയോ, അവർ കണ്ടുപിടിച്ചു ഇവിടെ പ്രശ്നമുണ്ട്. ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ ഒരു നിരാശ, അവിടെ ഒരു അമർഷം പുകയുന്നത് വി.ഡി. സതീശൻ കണ്ടു. അല്ല, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് സ്വയം ഉയർന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആ നിരാശരായ നേതാക്കൾ ഉയർത്തിവിട്ടപ്പോൾ അതിനെ മുതലെടുക്കുകയല്ലേ ചെയ്തത്? അവിടെ ചെന്ന് ഇത് ഉൽപ്പാദിപ്പിച്ചത് വി.ഡി. സതീശനാണെന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പിണറായിയുടെ ചെയ്തികൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിനെ
അത് ഗുണകരമാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അല്ലല്ല, അത് അത് അനന്ത് പിണറായി അല്ല, അതൊരു ഘടകം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാർട്ടി അണികൾക്ക്. അതായത് കണ്ണൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ അതൊരു ഘടകമായി, പല ഘടകങ്ങളിൽ ഒന്ന്. ഞാൻ പറയുന്നത് സതീശൻ്റെ പ്രായോഗിക ബുദ്ധി കണ്ടത് ഇതൊന്ന് ഊതിപ്പെരിപ്പിച്ചാൽ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാക്കാം എന്ന ആ രാഷ്ട്രീയ ബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുപോലെയാണ് പയ്യന്നൂരിൽ കണ്ടത്. അത് തന്നെയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി. ഇതിൻ്റെ അകത്ത് എനിക്കറിയാം ഇത് വെറുതെ അദ്ദേഹം ഉണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ പറയട്ടെ, ജി സുധാകരൻ നിരാശ പൂണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒന്ന് പുറത്തു കൊണ്ടുവന്നാൽ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയാകും, അതൊരു വലിയ വിസ്മയമാകും എന്ന് കണ്ടുപിടിച്ചതാരാ? ആരെങ്കിലും പാർട്ടിക്കാരുണ്ടാവണ്ടേ? അത് ലക്ഷ്യം വെച്ച് കണക്ക് കൂട്ടി പരതി നടന്നു. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി നടന്നു. കേരളം മുഴുക്കുകയും ഉണ്ട്, കൊട്ടാരക്കര, ആലപ്പുഴ. അല്ല, അങ്ങനെ പരതി നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ പരിഹാസ സ്വരങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച പിണറായി വിജയനാണ്, അതൊക്കെ അങ്ങനെ ആയിരുന്നു. അത് പൊതുസമൂഹം കാണുന്നതായിരുന്നു. അല്ല, അതൊരു വശത്ത് അതിനൊരു രഹസ്യ നീക്കം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അവിടെ. അല്ലല്ല, ഇത്തരം വിസ്മയങ്ങൾ കണ്ടുപിടിക്കാൻ, വിസ്മയം എന്നുള്ള വാക്ക്, വിസ്മയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ, വി ഡി സതീശന്റെ പ്രസ്താവനകളെ നേരിടാൻ നുണേശൻ എന്നുള്ളൊരു പേരിടുകയും ചെയ്തു. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടു. അത് CPM-കാരുടെ കൗണ്ടർ പ്രചരണം. പക്ഷേ അതിനെ വെല്ലുന്ന ഒരു സ്ട്രാറ്റജി വി ഡി സതീശനുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് ഫലിച്ചു. അതല്ലേ കേരളം അങ്ങോളം ഇങ്ങോളം CPM-ൻ്റെ ഹാർഡ്, ശരിക്കും പറഞ്ഞാൽ കേഡർ, ആ കേഡറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അകത്ത് പിളർപ്പുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും വി ഡി സതീശന് കഴിഞ്ഞു. അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു ഭയങ്കര സംഭവമായി. ഇത് കേരള ചരിത്രത്തിലല്ല, ഒരുപക്ഷെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ പോലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, വേണമെങ്കിൽ നോക്കുമ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, CPM-ലെ എണ്ണപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ, നേരിട്ടോ അല്ലാതെയോ വി ഡി സതീശനെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അവർ മറയത്തായിരുന്നു അല്ലേ? ശരി, എൻ ശ്രീകുമാർ, അത് പക്ഷെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അത് കോൺഗ്രസിനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. പിണറായി വലിയ പാർട്ടിയുടെ, കേഡർ പാർട്ടിയുടെ തലപ്പത്തിരുന്നിട്ടെ പിണറായി വിജയൻ ഇത് കണ്ടില്ല എന്ന് പറയും. ശരി, എൻ ശ്രീകുമാർ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളിപ്പോൾ പിണറായിസത്തിന് ഗുഡ് ബൈ പറയുകയാണ്. ഇപ്പോൾ പിണറായിസം ഒരു നെഗറ്റീവാണ് എന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ആ പിണറായിസത്തിന് നമ്മൾ ഗുഡ് ബൈ പറയുന്ന ഒരു സമയമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. മഞ്ജുഷിന്റെ ചോദ്യം ഞാൻ കേട്ടില്ല. അല്ല, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിൽ കുത്തിത്തിരിപ്പ് എന്നൊരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിച്ചു. അത് വി ഡി സതീശൻ പോയി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പോയി അവിടെയുള്ള പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് ഉദ്ദേശിച്ചത്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ആ രീതിയിലൊക്കെയാണോ? ഞാനതിനെ പറഞ്ഞിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ അമർഷങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മുതലെടുത്തു. അല്ലെന്നേ, പാർട്ടിക്കുള്ള അമർഷം ഉണ്ട്. ഇതിപ്പോ സതീശനോ കോൺഗ്രസോ ഒന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടൊന്നുമില്ല, ആരും ക്ഷണിച്ചിട്ടുമില്ല. അവരൊക്കെ സ്വയം ഇറങ്ങി വന്നതാ. ഇപ്പൊ ജി സുധാകരൻ സ്വയം ഇറങ്ങി വന്നു, PK ഗോവിന്ദൻ മാസ്റ്റർ സ്വയം ഇറങ്ങി വന്നു, കുഞ്ഞികൃഷ്ണൻ സ്വയം ഇറങ്ങി വന്നു, ഐഷ പോറ്റി ഇറങ്ങി വന്നു, സുരേഷ് ഇറങ്ങി വന്നു, PK ശശി ഇറങ്ങി വന്നു. ആരെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ അവരെ UDF-ന്റെ പിന്തുണ ആവശ്യപ്പെട്ടു, കൊടുത്തു. സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, കൊടുത്തു. അപ്പൊ CPM-മാര് വയസ്സനായി എന്ന് പറഞ്ഞ് 75 വയസ്സായപ്പോ വയസ്സനായി എന്ന് പറഞ്ഞ് പുറത്തു തള്ളിയ സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. ആ 400,000-ലധികം വോട്ടുകൾക്ക് നാളെ നിയമസഭയിലേക്ക് എത്തുകയാണ്. അപ്പൊ വയസ്സില്ലാത്ത ഒരാൾ നാളെ പടി ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മുടെ ഇദ്ദേഹം TK ഗോവിന്ദൻ മാഷ്, TK ഗോവിന്ദനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ഞാൻ കേട്ടിരുന്നില്ല. കാരണം അദ്ദേഹം കണ്ണൂരിൽ ഒതുങ്ങി നിന്നൊരു നേതാവാണ്. രസകരം വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. ഈ TK ഗോവിന്ദനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അയക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ മെമ്പർ ആയിരുന്നു MV ഗോവിന്ദൻ. അപ്പൊ അവരൊക്കെ ഇദ്ദേഹത്തെ തഴഞ്ഞു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മറ്റേ ഒരു സംശയം അല്ല, ഒരു വിമർശനം ഉന്നയിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാതാവാതെ വെള്ളം കുടിച്ചു നിന്ന പാർട്ടി കണ്ണൂരിൽ കണ്ടു. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അങ്ങനെ 3 CPM വിമതരെന്ന് ഞാൻ പറയില്ല, 3 യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ, യഥാർത്ഥ മാർക്സിസ്റ്റുകളെ കോൺഗ്രസ് നിയമസഭയിൽ എത്തിച്ചു. അത് കോൺഗ്രസിന്റെ ഒരു നേട്ടമാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ജയിപ്പിക്കും, ആരെയും ജയിപ്പിക്കും.
നാളെ ഏത് ഉന്നത നേതാവ് CPM വന്നാലും വഴിയാധാരമാക്കില്ല കോൺഗ്രസ് എന്ന് മനസ്സിലായല്ലോ. പഴയ കാലത്ത് പറയും കോൺഗ്രസിലേക്ക് ആര് വന്നാലും അവൻ വഴിയാധാരമാക്കിക്കളയും, കാരണം കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറയും. ഇത് അതൊന്നുമല്ല, കാലം മാറി. CPM നിന്ന് ആര് വന്നാലും അവരെ നല്ല രീതിയിൽ അവർക്ക് അർഹമായ സ്ഥാനം കൊടുത്ത് അവരെ സഭയിലെത്തിക്കും. നിങ്ങൾ നോക്കൂ, സന്ദീപ് വാര്യര് MLA ആയപ്പോ BJPക്ക് ഇഷ്ടപ്പെടുവോ? സന്ദീപ് വാര്യർ ഇപ്പൊ BJP നിന്നിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ഒരു വക്താവായിട്ട് അവിടെ നിന്നേനെ. നേരെ മറിച്ച് അദ്ദേഹം കോൺഗ്രസിൽ വന്നു, അദ്ദേഹത്തിനെ KPCC വക്താവാക്കി, തൃക്കരിപ്പൂരിൽ മത്സരിപ്പിച്ചു, VPP മുസ്തഫയെ തോൽപ്പിച്ച് അദ്ദേഹം സഭയിലെത്തി. BJPക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അതുപോലെ CPMകാർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ കോൺഗ്രസിന്റെ തന്ത്രം മാത്രമല്ല, CPMലത്തെ അന്തഃഛിദ്രം കൊണ്ട് പുറത്തു പോകുന്നതാണ്. ഇനി നാളെ വീണ്ടും വരും, ഒരുപാട് പേര് നാളെയും വരും. കാരണം വെച്ചാൽ അത് ഇനിയിപ്പോ പെട്ടെന്നൊന്നും വരില്ല, പക്ഷെ അവർ വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ മഞ്ജുഷ, ഇന്നിപ്പോ ശ്രീ പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകരോടെ അല്പമെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയും അവരൊക്കെ പത്രസമ്മേളനം വിളിച്ച് ഒരു കാര്യം പറയണ്ടേ? പാർട്ടി വിലയിരുത്തലൊക്കെ പിന്നെ ആയിക്കോട്ടെ, അവർ പറയണ്ടേ? അതിന് പകരം സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്? അത് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പോയി. അനർഹമായ പരാജയം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകം. അതായത് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല. അത് ഞാൻ പറഞ്ഞ അതല്ല കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും ഇട്ടോട്ടെ, അത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണല്ലോ. പക്ഷെ ഇവിടെ 102 വോട്ട് UDFന് കിട്ടി, 102 വോട്ട്. CPMന്റെ 1 ഡസൻ മന്ത്രിമാർ, 13 മന്ത്രിമാർ തോറ്റു. അവരുടെ അംഗബലം വളരെ കുറഞ്ഞു, ശുഷ്കിച്ചു. CPIക്ക് വളരെ ശുഷ്കിച്ചു. ഇടതുമുന്നണിയിൽ 11 പാർട്ടി ഉണ്ടായിരുന്ന ഇടതുമുന്നണിയിൽ നിന്ന് 3 പാർട്ടിയായിട്ട് ചുരുങ്ങി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാർട്ടി ഇല്ലാതായി മാണി ഗ്രൂപ്പ്. അപ്പൊ അവര് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്, കാര്യം വിശദീകരിക്കേണ്ടത്. ഇതിപ്പോ അണികളാകെ സ്തംഭിച്ചു നിൽക്കുക. തോറ്റു സഖാവേദന ചോദ്യമില്ല. ഇന്ന് CPI മുഖപത്രം ഒരു മുഖപ്രസംഗം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ CPI സ്ഥിരം എഴുതുന്നത്, അതുകൊണ്ട് അതിപ്പോ ആരും അങ്ങനെ ഗൗനിക്കുന്നുമില്ല. അവരുടെ തിരുത്തേണ്ട കാലത്ത് ഇവരൊക്കെ തിരുത്തണ്ടേ? ഇന്നിപ്പോ ആരോ മറ്റേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, P ജയരാജൻ ഞങ്ങൾ തിരുത്തും. തിരുത്തേണ്ട സമയം കഴിഞ്ഞു, ഇനി തിരിച്ചിട്ട് എന്താ കാര്യം? 5 വർഷം എന്തായാലും പ്രതിപക്ഷത്തിരിക്കണം. നല്ല പ്രതിപക്ഷമാകാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ സുഖവാസം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ റോഡിലേക്ക് ഇറങ്ങി വന്ന ചൂടും മഴയൊന്നും ഇനി പഴയ പോലെ സഹിക്കാൻ പറ്റും തോന്നുന്നില്ല. ജേക്കബ് ജോർജ്, 10 വർഷം എന്നുള്ളത് വലിയ കാലയളവാണ്. കാരണം 5 വർഷത്തെ പരിചയമേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിലും അതിനൊരു കാര്യമുണ്ട് കേട്ടോ. ശരിയാ. 10 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു ദശകം, ഒരു ഡെക്കേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർന്നിട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാലയളവ് പൊരുത്തപ്പെടാൻ സമയം വേണ്ടി വരും. ഒരു കാലയളവെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ +1 ചേർന്നിട്ട് BA BSc MA MSc ആ ലെവൽ വരെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദീർഘമായ കാലയളവാണ്. അത്രയും കാലം ഭരണത്തിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് 5 വർഷം കഴിയുമ്പം, പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്താൻ തോന്നി ജനാധിപത്യമല്ലേ. അത് പക്ഷേ ഒന്നുമില്ല. ജനാധിപത്യത്തിൽ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പാർട്ടിയുടെ ഒരു കണ്ടീഷനിങ് മാറണമായിരുന്നു. പാർട്ടി സ്വയം ഒരു തിരുത്തലും ഒക്കെ നടത്തണമായിരുന്നു. അല്ലെങ്കിൽ നേതൃത്വത്തെ മുഴുക്കി മാറ്റിയെടുക്കണമായിരുന്നു. അത് പാർട്ടിക്ക് പലയിടത്തും തെറ്റുപറ്റി. ജയിച്ച ഭരണം തിരിച്ചു പിടിച്ച നേതാവിന് തന്നെ സ്ഥാനം കൊടുത്തു. സ്ഥാനം അർഹിക്കുന്നതാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ അർഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണല്ലോ. പക്ഷേ വീണ്ടും നിൽക്കുമ്പോൾ, വീണ്ടും തുടർഭരണം വീണ്ടും ആവർത്തിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ, ശത്രുക്കൾ കടന്നു വരുന്നുണ്ടോ, ശത്രുക്ൾ നോക്കുന്നുണ്ടോ, നമ്മളെ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം കേഡർ പാർട്ടിയായ CPMന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതാണ് മഞ്ജുഷ എനിക്കിത് പറയാനുള്ളത് കുറിച്ച്. ശരി, ശ്രീ CK ഷാക്കിർ, ഇത് പിണറായി എന്ന ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കേണ്ട ഒരു പരാജയമാണോ അല്ലയോ? നിങ്ങൾ അങ്ങനെയാണോ അതിനെ കാണുന്നത്? അതിൻ്റെ LDFന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ശിക്ഷയാണ്. കൂട്ടത്തിൽ അവരെ നിയന്ത്രിക്കേണ്ട CPM എന്ന പാർട്ടി എല്ലാ മോശം പ്രവൃത്തികൾക്കും കൂട്ടുനിന്നു എന്നുള്ളതാണ്. DYFI ആവട്ടെ CPM ആവട്ടെ ഇത്തരം നെറികേടുകൾക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഇവർ തെറ്റായ ദിശയിലൂടെയാണ് പോകുന്നത്, നമ്മുടെ നാടിന് അപകടകരമാണ് എന്ന് പറഞ്ഞ പലരെയും ആക്രമിക്കാൻ, സോഷ്യൽ മീഡിയയിലേക്ക് തെറി പറയാനും ആക്രമിക്കാനുമാണ് ഇവരുടെ ഒരു കൊട്ടേഷൻ സംഘം ആയിട്ടാണ് ഇതിൻ്റെ പോഷക സംഘടനകൾ പ്രവർത്തിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും CPMന്റെ സംഘടനാപരമായിട്ടുള്ളതും
അതിന് നേതൃത്വത്തിൽ പിണറായി വിജയനുമുള്ള തിരിച്ചടിയാണ്. അത് സംശയമൊന്നുമില്ല. അപ്പം നിങ്ങൾ നോക്ക്, ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ജയിക്കുന്നത് 85,000-ഓളം വോട്ടിനാണ്. ഇത് UDF നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 50,000-ത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച 10ഓളം ആളുകളുണ്ട്. അത് എല്ലാവരും UDF-കാരാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഒന്നാകെ UDF അനുകൂലമായി വോട്ട് ചെയ്തത്, ഒന്ന്, ഈ ഭരണം ഇനി ഒരു വിഭാഗത്തെയും ഉപദ്രവിക്കാൻ ബാക്കിയില്ല. എല്ലാവരും നമ്മളിവിടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഞാൻ ഇക്കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാസത്തോളമായി പറഞ്ഞിട്ടുണ്ട്, മഞ്ജുഷ് നേതൃത്വം നൽകിയ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 3 അക്ക സംഖ്യയിൽ UDF എത്തുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ തമാശയായിട്ടൊക്കെ പറഞ്ഞില്ല ഷാക്കിറിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ ബോധ്യമായി കാണും. ഇത് ഐക്യജനാധിപത്യ മുന്നണി ടീം ലീഡർ പിന്നെ നമ്മുടെ സതീശൻ തുടക്കം മുതൽ പറയുന്നതാണ്. അത് ഞങ്ങളെല്ലാവരും കൃത്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ കേരളക്കരയിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം വെറുതെ അമിതമായ കോൺഫിഡൻസ് അല്ല, ഒരു മേഖലയും ഉപദ്രവിക്കാൻ ബാക്കി വച്ചിട്ടില്ല. അധികാരത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഹുങ്കിൽ ഇവർ ഭരിച്ചു കഴിഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തെ ഇനി എത്ര വർഷം എടുത്തിട്ടാണ് തിരിച്ചു പിടിക്കുക എന്നറിയില്ല. എന്നാൽ പോലും വലിയ രീതിയിൽ ഇത് തിരിച്ചു പിടിക്കണം, കേരളത്തെ രക്ഷിക്കണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും അതുപോലെ അമ്പലപ്പുഴയിലും ഉൾപ്പെടെ CPM-കാർ പോലും ഇവർക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. ഈ രൂപത്തിൽ ഇനി നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വരരുത് എന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും വാശിയുള്ളത് പോലെയാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് BJP ഇപ്പോൾ 3 സീറ്റിൽ വിജയിച്ചിട്ടുള്ളത്. ഇവർ മഞ്ജുഷ പ്രത്യേക ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 3 സീറ്റിലും BJP 3 സീറ്റ് വിജയിച്ചത് അത് LDF-ന്റെ മാത്രം കുഴപ്പം കൊണ്ടാണോ? ഞാനത് പറയാനാണ് വരുന്നത്. ഇന്നും CPM-കാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അവിടെ 3-ാം സ്ഥാനത്ത് UDF ആണ്, UDF-ന്റെ വോട്ട് പിടിച്ചിട്ടാണ് ഇവർ പിന്നെ എന്താ പറയുക അധികാരത്തിൽ ഏറിയത് എന്നാണ്. എന്നാൽ കൃത്യമായ കണക്ക് നമ്മളെടുത്തിട്ടുണ്ട്. കഴക്കൂട്ടത്ത് പിന്നെ V മുരളീധരൻ ജയിച്ചിട്ടുള്ള കഴക്കൂട്ടത്ത് 27% വോട്ടാണ് ഈ LDF-ന് കുറഞ്ഞിട്ടുള്ളത്. അതായത് 18,000 വോട്ടിൻ്റെ കുറവുണ്ട്. വെറും 6,000 വോട്ടാണ് പിന്നെ BJP-ക്ക് അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ നേമത്താവട്ടെ 4,000 വോട്ട് ഇടതുപക്ഷത്തിന് കുറഞ്ഞതാണ്. ചാത്തന്നൂരിൽ 11,000 വോട്ട്, അതായത് 19% വോട്ട് LDF-ന് കുറഞ്ഞതാണ്. നിങ്ങൾ നോക്കുക, ആ മണ്ഡലങ്ങളിൽ കഴക്കൂട്ടവും അവിടെ SIR-ന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണത്തിലും കുറവ് വന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും കുറവ് വന്നിരുന്നു, വളരെ കുറവ്. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്ത് അങ്ങനെയാണെങ്കിൽ 28,000 മറ്റോ ഒന്ന് കേട്ടോ. അല്ല നിങ്ങൾ എന്നാ നോക്ക്, എന്നാൽ UDF നോക്കിക്കോ. കഴക്കൂട്ടത്ത് 27% വോട്ട് LDF-ന് കുറഞ്ഞു, അതിന് 18,000. അവിടെ 12% വോട്ട് UDF-ന് കൂടിക്കാണ്. മനുഷ്യ മനസ്സിലാക്കേണ്ട സംഗതി 32,000 വോട്ടുണ്ടായിരുന്ന UDF-ന് കഴക്കൂട്ടം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് UDF-ന് 32,000 വോട്ടുള്ളത് 37,000 ആയി. 12% വർധനയുണ്ടായി കഴക്കൂട്ടത്ത്. അതുപോലെ ഈ ചാത്തന്നൂരിൽ 34,000 ഉണ്ടായത് 35,000 ആയി. നിങ്ങൾ SIR-ന്റെ കണക്കിൽ കുറവാണെങ്കിൽ UDF-ന് വോട്ട് കൂടിയതാണ്. അതുപോലെ ഇവിടെ 19%, 27% ഒക്കെ LDF-ന് കുറയുകയാണ്. ഇവർ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ. വേറൊരു കണക്കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മഞ്ജുഷേ, നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളായിരുന്നു അവ. കഴക്കൂട്ടവും അതുപോലെ തന്നെ നിയമവും. അത് ശരിയാണ് കേട്ടോ, നിയമവും കഴക്കൂട്ടവും UDF-ന് കുറെ വർഷങ്ങളായിട്ട് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളാണ്. അവിടെ LDF-ഉം BJP-യും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. അതുപോലെ തന്നെ ചാത്തന്നൂരും അങ്ങനെ തന്നെയാണ്, കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, നേർക്കുനേർ പോരാട്ടമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറയുന്നു, തെളിവുകളോടെ പറയുന്നു. കേരളത്തിൽ പിന്നെ ചില മണ്ഡലങ്ങളിൽ കൃത്യമായി CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം BJP-യും ഡീലുണ്ട്. അതിൻ്റെ കണക്കുകൾ കൃത്യമായി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. തൃശ്ശൂർ, കുന്നംകുളം, കോന്നി. മഞ്ജുഷിന് ഓർമ്മയുണ്ട്, കോന്നി എന്ന് പറഞ്ഞാൽ ഇത്തവണ BJP ജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു. അവിടെ 32,000 വോട്ടുണ്ടായിരുന്ന BJP NDA 15,000 വോട്ട് പിന്നെ എന്താ പറയുക ആയി കുറഞ്ഞു. 18,000 വോട്ടാണ് കോന്നിയിൽ കുറഞ്ഞിട്ടുള്ളത്.
BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുമ്പോൾ തൃശ്ശൂരിൽ 12,000 കുറഞ്ഞു, കുന്നംകുളത്ത് 11,000 കുറഞ്ഞു, അതുപോലെ കാഞ്ഞിരപ്പള്ളിയിൽ 3,000 കുറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ തിരുവല്ല മണ്ഡലം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണിയാണ് മത്സരിച്ചത്. അവിടെ സിറ്റിംഗ് MLA മാത്യു തോമസ് ആണ്. 20,000 വോട്ട് BJPക്ക് കൂടി, 20,000 വോട്ട് LDFന് കുറഞ്ഞു. അവിടെ കോൺഗ്രസിന്റെ വർഗീസ് മാമൻ 10,000 വോട്ടിന് ജയിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പിന്നെ അതേപോലെ കഴിഞ്ഞ വർഷം BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളുണ്ട്. പുതുതായി ഒരു മണ്ഡലം മാത്രമാണ് ഇത്തവണ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അത് തിരുവല്ലയാണ്. അവിടെ 20,000 വോട്ട് BJPക്ക് കൂടിയപ്പോൾ 20,000 വോട്ട് LDFന് കുറഞ്ഞു. സിറ്റിംഗ് MLA മാത്യു തോമസ് 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് നുണപ്രചരണം നടത്തി, അതിന് ശേഷവും നുണപ്രചരണം നടത്താൻ ഡീൽ എന്നുള്ള കാര്യം UDF ആണ് ഉന്നയിച്ചത്. CPM-ഉം BJP തമ്മിൽ ഡീൽ ഉണ്ടെന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും അത് ന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ചിട്ടുമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അത് വിശ്വസിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം, പക്ഷെ അതൊക്കെ അങ്ങനെ അതിനേക്കാളൊക്കെ കടന്നുള്ള ജനവിധിയായി പോയില്ലേ, എല്ലാ മേഖലയിൽ നിന്നും തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടെടുപ്പ് ഫലം വന്നതിന് ശേഷം നിങ്ങൾ ഇനി അത് പറയേണ്ട, കാരണം അതിനേക്കാൾ വലിയ വിജയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അടിപതറിപ്പോയി എല്ലാം. അല്ല മഞ്ജുഷ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട് തന്നെ. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡീലുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടാവണ്ടേ? അതുകൊണ്ട് പകരം CPM-ന് എന്ത് കിട്ടി? ഡീലുണ്ടെങ്കിൽ BJP-യുടെ ഭാഗത്തു നിന്ന് തിരിച്ചൊരു അതായത് കോൺഗ്രസ് പറഞ്ഞു. ഞാൻ പറയാം, തൃശ്ശൂരിൽ BJPക്ക് 12,000 വോട്ട് കുറഞ്ഞു, കുന്നംകുളത്ത് 11,000 വോട്ട് കുറഞ്ഞു, കോന്നിയിൽ 18,000 വോട്ട് കുറഞ്ഞു. ആർക്ക്? BJPക്ക്. നിങ്ങൾ അവിടുത്തെ മറ്റേ കണക്കെടുത്തോ, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇത് കൃത്യമായി ഡീൽ നടന്ന കോന്നി പോലെ ഒരു മണ്ഡലം സാധ്യത പ്രവചിച്ചതാണ്. അവിടെയാണ് ജയിച്ചില്ല എന്ന് മാത്രമല്ല വോട്ട് 18,000 കുറയുകയാണ്. അത് കൃത്യമായ ഡീലല്ലേ? ഞാൻ തിരുവല്ല ഉദാഹരണം പറഞ്ഞു, മറ്റൊരുപാട് മണ്ഡലങ്ങൾ പറഞ്ഞു. ഇവർ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞതുപോലെ വെളിയിലേക്ക് മാത്രമല്ല ആ ഡീൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോന്നി കിട്ടിയത് അയ്യോ അയാൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് 2 തവണ ജയിച്ച ആളാ. പകരം CPM-ന് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ് ജേക്കബ് ജോർജ്. എന്തുകൊണ്ടാണ് എനിക്കൊരു ഞാൻ കേട്ടത് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തോട് വിനീതമായി ചോദിക്കട്ടെ, ഈ ഇഷ്ടം, അതായത് ഞാനൊരു കാര്യം പ്ലീസ്, അതായത് NDA മുന്നണിയിൽ പുതിയ കക്ഷികളെ എടുത്തു, ഇവർ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു, കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വലിയ വലിയ നേതാക്കന്മാരെ കൊണ്ടുവന്നു. എന്നിട്ട് എങ്ങനെയാണ് വലിയ ശതമാനം വോട്ടുകൾ തൃശ്ശൂരും കുന്നംകുളത്തും കോന്നിയിലും, കോന്നി ഇവർക്ക് ജയസാധ്യതയുള്ള മണ്ഡലമായിരുന്നു, പകരം മറ്റ് മണ്ഡലങ്ങളെ ഡീൽ നടത്തി 18,000 വോട്ട് കുറയുമോ? അതെങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ കുറയുക? എത്ര ശതമാനമാണ് അത്? ചെറിയ സംഗതിയാണോ? ഞാൻ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡാറ്റയും നമ്മൾ കണ്ടതുമാണ്. ഈ 3 മണ്ഡലങ്ങൾ വേറെയുമല്ല. നിങ്ങൾ നമ്മളെ കേന്ദ്രമന്ത്രി ഒറ്റ കാര്യം കൂടി പറയട്ടെ. കേന്ദ്രമന്ത്രി കേരളത്തിൽ ഒരു ജോർജ് കുര്യൻ മത്സരിച്ചു ആ കാഞ്ഞിരപ്പള്ളിയിൽ. മഞ്ജുഷേ പറയട്ടെ, പിന്നെ നിങ്ങൾ ഒറ്റ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാഞ്ഞിരപ്പള്ളിയിൽ അൽഫോൺസ് കണ്ണന്താനം 2021 മത്സരിച്ചപ്പോൾ കിട്ടിയ 29,000 വോട്ട് ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മത്സരിച്ചപ്പോൾ 26,000 കുറയുകയാണ്. കേന്ദ്രമന്ത്രിയാണ്, BJPക്ക് പുതിയ കൂട്ടുകെട്ടുകളുണ്ട്, വലിയ വളർച്ചയുണ്ടായി എന്ന അവകാശവാദമുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കൃത്യമായി കണക്ക് പറയാം സമയമുണ്ടെങ്കിൽ, 50ഓളം മണ്ഡലങ്ങളിൽ 50ഓളം ഗുണകരമായത് UDF-നാണ്. കാരണം അവിടെ ക്രൈസ്തവ സമുദായം ഒരു ഏകീകരണം അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ മധ്യ കേരളത്തിൽ UDF ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വോട്ടുകൾ വീണത്. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമൊക്കെ തിരിഞ്ഞത്. അല്ലാതെ അവിടെ ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജയത്തെ നിങ്ങൾ കുറച്ച് കാണുന്നതിന് തുല്യമായി പോകും കേട്ടോ ശ്രീ. ഈ കണക്കുകൾ പരിശോധിക്കും മനുഷ്യ. ശരി, അല്ലാതെ BJPക്ക് കുറഞ്ഞ വോട്ടുകളുമായിട്ട് എന്തിനാണ് ഒരു താരതമ്യം? അങ്ങനെ വേണോ? UDF-ന്റെ തിളക്കമാർന്ന വിജയമാണ്. ലീഗിനാണെങ്കിൽ 27-22 സീറ്റും കിട്ടി, 63 സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിന്റെ തിളക്കം കുറയുന്നതായി പോകില്ലേ ഇപ്പോൾ ഈ ഒരു ഡീൽ കാര്യങ്ങൾ? BJPക്ക് ഇന്ന മണ്ഡലത്തിൽ ഇത്രയും വോട്ടുകൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിനെ കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണേണ്ടതുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? അല്ല, നിങ്ങൾ അവിടെ മനുഷ്യ
നമ്മുടെ ചർച്ച നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയുന്നത്. അത് ഇത് മൊത്തത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരമായിരുന്നു. അതിനവിടെ ഒരു ഡീലിന്റെയും ആവശ്യം, ഒരു ഡീൽ ആരോപണത്തിന്റെയും ആവശ്യം ഇല്ല. ഇത് പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചെയ്തികൾക്കെതിരെയുള്ള ഒരു ജനവിധിയായിരുന്നു. പിണറായിസം ഇവിടെ ഈ നാട്ടിൽ വേണ്ട, പിണറായി വിജയൻ ഇനി ഭരണത്തിൽ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അതാണ് ആ വിജയത്തിന്റെ തിളക്കം. ശ്രീ മോഹൻ വർഗീസ്. ശ്രീ പിണറായിസം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ശ്രീ ജേക്കബ് ജോർജ് സാർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഉപയോഗിക്കാൻ എന്താണ് മടി? മാർക്സിസം എന്ന് പറഞ്ഞാൽ മാർക്സ് കണ്ട കമ്മ്യൂണിസം, മാർക്സിയൻ രീതികൾ എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് ഉപയോഗിച്ച മെത്തേഡ്സ്. ലെനിനിസം എന്നതും ഒരു കമ്മ്യൂണിസമാണ്, മാവോയിസം എന്നതും ഒരു കമ്മ്യൂണിസമാണ്. അങ്ങനെയെങ്കിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ പുലർത്തുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ പിണറായി വേർഷനാണ്. അതിനെ പലപ്പോഴും നമ്മൾ വിവക്ഷിക്കുന്നത് ചങ്ങാത്ത മുതലാളിത്ത ഘടനയോട് ചേർത്തുകൊണ്ട് മറ്റു ചില രീതികൾ, സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് ക്യാപിറ്റൽ, മുതലാളിത്ത വിഭാഗം, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പരമാവധി അടിസ്ഥാന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇത് മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസം പോയി. അവിടെ യഥാർത്ഥത്തിൽ ഈ മാൻഡേറ്റിനെയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റുന്ന, കമ്മ്യൂണിസത്തിന് കേരളത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം പിന്തുണ CPM, ഇപ്പോഴത്തെ CPM, അത് പിണറായിസ്റ്റ് ഒരു കാലഘട്ടമാണ്. ആ CPMന് ഉണ്ടാവുന്നില്ല എന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വിജയത്തെ വില കുറച്ച് കാണേണ്ട. അവർക്ക് വോട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്നത് BJPയിലേക്കല്ല, അവർക്ക് വോട്ട് പാർക്ക് ചെയ്യാൻ പിന്നെ കഴിയുന്നത് കോൺഗ്രസിലേക്കും UDFിലേക്കുമാണ്. അപ്പൊ അത് കോൺഗ്രസിന്റെ വിജയത്തെ നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഡീൽ എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ടു എൻഷുർ ദാറ്റ് ദർ ഈസ് ഇലക്ട്രൽ വിക്ടറി. അത് മലപ്പുറം ജില്ല, പാലക്കാട് മുതൽ വടക്കോട്ടുള്ള ജില്ലകൾ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ആ ഡീൽ ആരോപണത്തിന്റെ പ്രയോജനം UDFന് നന്നായി കിട്ടി. വയനാട് 3 സീറ്റുകളും ലഭിച്ചു, കോഴിക്കോട് ഒന്നൊഴികെയുള്ള 12 സീറ്റുകളും ലഭിക്കുന്നു, മലപ്പുറത്തെ 16 സീറ്റുകളും ലഭിക്കുകയാണ്. കണ്ണൂർ തന്നെ UDFന് മെച്ചപ്പെട്ട പ്രകടനം, പയ്യന്നൂരും തളിപ്പറമ്പ് ഉൾപ്പെടെ മെച്ചപ്പെട്ട പ്രകടനത്തിലൂടെ ജയിക്കാൻ കഴിയുന്നു എന്ന് പറയും. കാസർഗോഡ്, തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള, ഉദുമ ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ ഈ ഡീൽ ആരോപണത്തിലൂടെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് UDF സംവിധാനത്തിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടു. അവരുടെ ചിന്തകൾ അങ്ങനെ വന്നു. അത് സമർത്ഥമായി. ഇനിയാണ് VD സതീശന്റെ ഒരു റോളിലേക്ക് കൂടെ വന്നെങ്കിൽ മാത്രമല്ലേ ആ ചർച്ച കംപ്ലീറ്റ് ആകൂ. VD സതീശൻ അതിനൊരു ചാലക ശക്തിയായി പ്രവർത്തിച്ചു. VD സതീശൻ ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളായ NSS, SNDP സമുദായ നേതാക്കന്മാര് അവരെ പറയുന്ന പല കാര്യങ്ങളെയും അവഗണിച്ചു. തിണ്ണ നിരങ്ങാൻ പൂവില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തെ അല്ല വിഷമിപ്പിച്ചത്, മറിച്ച് ചില സമുദായ ആചാര്യന്മാരെയും അല്ലെങ്കിൽ അവരുടെ പിടയാളുകളെയും മാത്രമാണ് അലോസരപ്പെടുത്തിയത്. ആ സമുദായങ്ങളുടെ ഉൾപ്പെടെ പിൻബലം നഷ്ടപ്പെട്ടില്ല എന്നുകൂടി ഓർക്കണം. ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ UDFന് ഇത്രയും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. ന്യൂനപക്ഷങ്ങളെ അകന്നുപോയിക്കൊണ്ടിരുന്ന UDFൽ നിന്നും കാലാകാലങ്ങളിൽ അകന്നുപോയിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് ഒരു പാലം വളരെ മുൻപ് തന്നെ പണിതു. ക്രിസ്ത്യൻ പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ, അവരുടെ കൺവെൻഷനുകളിൽ ഒക്കെ തന്നെ പ്രാസംഗികനായി പോയ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, VD സതീശൻ. അത് ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ ഇടങ്ങളിൽ പോകുമ്പോൾ കൃത്യമായി പഠിച്ച് തന്നെ അവർ സംസാരിക്കുന്ന ഒരു പിണറായി, ഒരു VD സതീശൻ. അത് വേറെ ഒരു കോൺഗ്രസ് നേതാവും ചെയ്യാത്തൊരു കാര്യമാണ്. അന്ന് മുതൽ തന്നെ മിക്ക ഇടങ്ങളിലും പറയേണ്ടത് കൃത്യമായി പറയാൻ കഴിയുന്ന, പഠിച്ചു പറയാൻ കഴിയുന്ന ഒരു രീതിശാസ്ത്രം. അങ്ങനെയാണ് VD സതീശൻ ഒരു സ്റ്റേബിൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് എന്നൊരു ഇമേജ് ഉണ്ടായത്. അത് കേവലം PR എക്സസൈസ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് എ ഗ്രൗണ്ട് വാസ്. അവന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഈ നെഗറ്റീവ് ഫാക്ടേഴ്സിന് കൊടുക്കേണ്ടതില്ല, ഡീലിന് കൊടുക്കേണ്ടതില്ല. കളം ഒരുക്കി തന്ത്രപരമായി VD സതീശൻ മുന്നിൽ നിന്ന് നയിച്ചു. നിയമസഭയ്ക്കുള്ളിൽ ഹി വാസ് ആസ്കിംഗ് ദി റൈറ്റ് ക്വസ്റ്റ്യൻസ്.
നിയമസഭയ്ക്ക് പുറത്ത് ആഞ്ഞടിക്കേണ്ടത് ആഞ്ഞടിച്ചു. മിസ്റ്റർ പിണറായി, താങ്കൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചു. അത് രാഹുൽ ഗാന്ധി പിന്നീടാണ് ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് വി ഡി സതീശനാണ്. അതുപോലെ കൃത്യമായി CPM-ന്റെ ഇരട്ടത്താപ്പ്, കമ്മ്യൂണിസ്റ്റ് രീതികളിൽ നിന്നുള്ള വ്യതിചലനം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. അത് കേരളം കാതോർത്തു. അതുകൊണ്ടാണ് വി ഡി സതീശനെ കേരള ജനതയുടെ, കാരണം കോൺഗ്രസുകാരുടെ അല്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യനായ മുഖമായി വി ഡി സതീശൻ വരുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഫാക്ടർ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഫാക്ടേഴ്സ് കൊണ്ട് UDF വിജയം അടിച്ചെടുത്തു, അല്ലെങ്കിൽ സൂത്രത്തിൽ സംഘടിപ്പിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതല്ല. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും വി ഡി സതീശൻ ഞാൻ എന്ന് പറഞ്ഞ് നടന്നില്ല, ടീം UDF എന്നാണ് എപ്പോഴും പറഞ്ഞത്. അപ്പൊ അവിടെ അർഹമായ പ്രാതിനിധ്യം എല്ലാവർക്കും കൊടുത്തുകൊണ്ട്, അർഹമായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ്. എന്നാൽ നിലപാടുകൾ എടുക്കുമ്പോൾ കാർക്കശ്യത്തോടെ ദൃഢമായ നിലപാടുകൾ, ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, എന്റെ ചില ബോധ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു തീരുമാനമെടുത്തു. ആദ്യം വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ്. വേറൊരു നേതാവായിരുന്നു തലപ്പത്തെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനമാവില്ലായിരുന്നു. അവിടെ ജനം കമ്പയർ ചെയ്തു. CPM വി ഡി സതീശനും UDF-നും കോൺഗ്രസിനും ഒക്കെയുള്ള അംഗീകാരമായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു ഫാക്ടറല്ലേ പ്രധാനമായിട്ടും ഉള്ളത്. പിണറായി വിജയനെതിരെയുള്ള ഒരു വികാരം പ്രതിഫലിച്ചു, അതാണ് വോട്ടായി മാറുന്നതിൽ കൂടുതൽ സഹായിച്ചത് എന്നുള്ളത്. അതിനോട് താങ്കൾ യോജിക്കുന്നില്ല അല്ലേ? അത് മുതൽ ശ്രീ മഞ്ജുഷ്, അത് മുതൽ പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരെ ജൈവികമായി തന്നെ ഉണ്ടായി വന്ന ഒരു പ്രതിഷേധമുണ്ട്. അത് CPM-നുള്ളിൽ തന്നെയായിരുന്നു പ്രതിഷേധം. അത് വെളിയിലേക്ക് വന്നപ്പോൾ അതിനെ സ്വീകരിക്കാൻ തന്ത്രപരമായ ഇടപെടലിലൂടെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരെ സ്വീകരിക്കാൻ കാട്ടിയ ആർജവം, അതൊരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെയാണ്. വേണുഗോപാൽ, ശ്രീ KC വേണുഗോപാൽ തീർച്ചയായിട്ടും ഇടപെട്ടു. അത് വി ഡി സതീശനല്ല. യഥാർത്ഥത്തിൽ G സുധാകരനെയൊക്കെ റൗണ്ടപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് തീർച്ചയായും മറ്റ് ഇടപെടലുകളുണ്ടായി. വി ഡി സതീശന്റെ മാത്രം ഇടപെടലല്ല. അപ്പൊ കളമൊരുക്കുന്നതിൽ, ജനങ്ങളുമായി സംവദിക്കുന്നതിൽ കൃത്യമായ ഒരു മേൽക്കൈ അല്ലെ വിജയം നേടാൻ വി ഡി സതീശൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് വി ഡി സതീശനെയാണ് പ്രതിപക്ഷത്തിലെ പ്രധാന മുഖമായി ജനം കാണുന്നത്. അത് രമേശ് ചെന്നിത്തലയെ അല്ല, അത് KC വേണുഗോപാലിനെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ജയം. അത് മാത്രമല്ല മുസ്ലിം ലീഗുമായി. കാരണം വി ഡി സതീശൻ അങ്ങനെ ഒരു എല്ലാവരുമായിട്ട് ഇങ്ങനെ പോയി കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു ഇമേജ് അല്ലായിരുന്നു മുൻകാലങ്ങളിൽ. പ്രതിപക്ഷ നേതാവായപ്പോൾ തന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. അതെന്താണ് തന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, അത് താൻ ചെയ്തിരിക്കും. കേരളത്തിൽ ന്യായം പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. അതിന് മതമേലധ്യക്ഷന്മാരുമായി ന്യായമായ ബന്ധമുണ്ടാക്കണം. ലീഗുമായുള്ള ബന്ധവും ശക്തമാണ്. ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ 3 പേർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന രീതിയിൽ ചർച്ചകൾ മുറുകുന്ന ഈ സമയത്ത് ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു PR എക്സസൈസ് എന്ന രീതിയിൽ പോലും വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണ്. ആ രീതിയിൽ തന്നെയായിരുന്നു വി ഡി സതീശൻ്റെ പ്രകടനം വന്നിരുന്നത്. പക്ഷേ ഇവിടെ ഈ തർക്കം മുറുകുമ്പോൾ വി ഡി സതീശൻ സ്വാഭാവികമായിട്ടുള്ള ചോയ്സായിട്ട് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലേ? അല്ല, എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് ഇവരെയൊക്കെ അറിയാമല്ലോ. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നും എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നും എങ്ങനെയാണ് നീക്കം നടത്തുന്നതെന്നും അടുത്ത കരുക്കൾ എങ്ങോട്ട് പോകും ഇത് നമുക്കറിയാം. നമ്മൾ ഇത്രയും കാലമായി കോൺഗ്രസ് രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ മോഹൻ വർഗീസ് സാർ പറഞ്ഞത് എനിക്കതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വിഷയം, ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ജയിക്കുന്ന കക്ഷിക്കൊരു നേതാവുണ്ട്. അത് ചരിത്രത്തിൽ EMS നമ്പൂതിരിപ്പാട് അവിടെ മുതൽ ഇങ്ങോട്ട് എത്ര നേതാക്കന്മാരാണ് കേരളം അങ്ങോട്ട് സൃഷ്ടിച്ചെടുത്തത്, ചരിത്രത്തിലേക്ക് നിരത്തി വെച്ചിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് 67-ലെ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. എന്ത് കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ വരെ കൂട്ടി. കോൺഗ്രസ്സുകാരെ തൊടാത്ത പാർട്ടിയാണ്. കോൺഗ്രസ്സുകാരുടെ സ്ഥാനം കൊടുക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾ വാ. എന്നിട്ട് BV അബ്ദുള്ള കോയയുടെ വീട്ടിൽ പോയി, കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് ഇന്ന് സംസാരിച്ച് വൈകിട്ട് അത്താഴമുണ്ട്. അവിടെ തീരുമാനമെടുക്കുകയാണ്. ലീഗിനെ CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് K കരുണാകരൻ 67-ൽ 9 കക്ഷിയുടെ നേതാവായിട്ട് വന്നിട്ട് ആ ലീഗിനെ തിരിച്ചു പിടിച്ചു. അങ്ങനെയൊക്കെയാണ് ഭയങ്കര രസകരമായ കൗതുകരമായ ചരിത്രത്തിൻ്റെ
ഒരു നിരയാണ്. അതേപോലെ ഇവിടെ ശരിക്കും പഴുതുകൾ കണ്ട് അതിൽ കയറി പ്രവർത്തിച്ച ഒരു നേതാവാണ് BD സതീശൻ. അതിനെ നമ്മളങ്ങനെ ചെറുതായിട്ട് കണ്ടുകൂടാ. കണ്ടില്ലല്ലോ. ഇല്ല, മോഹൻ വർഗീസ് പറഞ്ഞു. പക്ഷേ എനിക്ക് നമ്മുടെ N. ശ്രീകുമാർ പറഞ്ഞത് അങ്ങനെയല്ല. രാഷ്ട്രീയം ഓരോരുത്തരുടെയും ഇന്റർപ്രിട്ടേഷൻ. ഞാൻ അത് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ് സാറേ, ഞാൻ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ലല്ല, ഞാൻ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ സമയം. ഇനിയിപ്പോൾ 3 നേതാക്കന്മാർ നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂത്രധാരൻ BD സതീശൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനം നിഷേധിക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നു, സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. നാളെ അതൊക്കെ മാറാം. കാരണം നമ്മളിപ്പോൾ കാണുന്ന കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിലേക്കാണ് കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കോൺഗ്രസ്സിലെ അന്തർധാരകളും അടിയൊഴുക്കുകളും നീങ്ങുന്നത്. മറ്റുള്ളവരുടെ അർഹതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് MLA-മാരുടെ തലയെണ്ണുമ്പോഴുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത്. BD സതീശനെ അനുകൂലിക്കുന്നവരായിരിക്കില്ല, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരായിരിക്കില്ല കൂടുതൽ എന്നുള്ള കാര്യം, മറിച്ച് KCA ആയിരിക്കും. അതൊരു ഘടകമാണ്. 63 അംഗങ്ങളല്ലേ? 63 MLA-മാരായിരിക്കും. ഈ MLA-മാരുടെ ഒരു ഭൂരിപക്ഷം നോക്കണമല്ലോ. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഹൈക്കമാൻഡ് ഈ ഓരോ MLA-യും നേരിട്ട് വിളിച്ച് അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ച് അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കും. അത് പരസ്യമായ ഒരു വോട്ടെടുപ്പിലൂടെ ആയിരിക്കില്ല. അങ്ങനെ അവരുടെ പിന്തുണ അവർ എഴുതി ഒപ്പിട്ട് നൽകും. അങ്ങനെ ഒരു രീതിയിലാണ് BD സതീശൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായത്. അങ്ങനെയാണോ? അല്ല, രമേശിനായിരുന്നു പിന്തുണ. അതാ ഞാൻ പറഞ്ഞത്. എങ്ങനെ പിന്നെ BD സതീശൻ പ്രതിപക്ഷ നേതാവായി? അങ്ങനെയല്ലായിരുന്നല്ലോ സാറേ. അല്ല, പ്രതിപക്ഷ അങ്ങനെയാണെങ്കിൽ BD സതീശൻ വരും. കാരണം പാർലമെന്ററി ബോർഡിലെ അംഗങ്ങളുടെ പിന്തുണ വേണ്ട, ഭൂരിപക്ഷമില്ലാതെ തന്നെ. പക്ഷേ അവിടെ ചില കൈക്രിയകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ. ഹൈക്കമാൻഡാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അത് BD സതീശനായിരുന്നു. BD സതീശൻ ആ സമയത്ത് കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെ MLA-മാരുടെ അഭിപ്രായം തേടണം, അവരുടെ നിലപാട് അറിയണം. അപ്പോൾ ആ നിലപാട് അനുസരിച്ചാണ് വരുന്നതെങ്കിൽ ഇത്തവണ അതാണല്ലോ നമ്മൾ അംഗങ്ങളുടെ തലയെണ്ണുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സതീശനോ ചെന്നിത്തലയോ ആവില്ല, KC ആയിരിക്കുമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാം, അങ്ങനെയാണല്ലോ അത്. പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ അംഗങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ടല്ല പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത്. ഞാനും അത് തന്നെയാണ് പറയുന്നത് മഞ്ജുഷേ. അപ്പോൾ അല്ല, അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എണ്ണം വെച്ചല്ല തിരഞ്ഞെടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും BD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്ക് വരാമല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഈ കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല ഇത്തവണ. കഴിഞ്ഞ തവണത്തെ പോലെ ആവും എന്നാണ് നമുക്ക് ഓട്ടെ. നമ്മളതേക്കുറിച്ച് കൂടുതൽ കഴിഞ്ഞ തവണ എണ്ണം എടുത്തിട്ടും അതുപോലെ അല്ല വന്നത്. പക്ഷേ ഇത്തവണ എണ്ണം എടുത്ത് അതുപോലെ വരികയുള്ളൂ എന്ന് താങ്കൾ പറയുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും എന്നാണ് മഞ്ജുഷിൻ്റെ കണക്ക്? അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലായിരിക്കും. അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ മഞ്ജുഷേ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നാളെ അത് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ജനവിധി പ്രകാരമുള്ള ഒരു കാര്യമായിരിക്കില്ല. പോകുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രേസും ഭംഗിയും സൗന്ദര്യവും എല്ലാം പോകുന്ന ഒരു തീരുമാനമായിരിക്കും. പക്ഷേ അതിലേക്കാണ് കോൺഗ്രസ് രാഷ്ട്രീയം നീങ്ങുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷേ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, BD സതീശൻ, ഈ 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകും എന്ന കേവലമായ ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ ചുരുങ്ങുകയാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കുക. ഹൈക്കമാൻഡിന് ഇപ്പോൾ BD സതീശൻ പോലും പറഞ്ഞ എന്താണ്, യോഗം വിളിക്കാനുള്ള താങ്കൾ പറഞ്ഞു, എന്നിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. ശരി, ശ്രീ CK ഷാക്കിർ, ഇങ്ങനൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ആ വിജയത്തിൻ്റെ ഗ്രേസിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല, കോൺഗ്രസിൻ്റെ സിസ്റ്റം നമുക്കറിയാലോ. ആ സിസ്റ്റത്തിൽ കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ജനങ്ങൾ ഒരു നല്ല മാൻഡേറ്റ് നൽകിയിട്ടുണ്ട്.
അത് വളരെ ഉഷാറായി കൈകാര്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് അടുത്ത ദിവസം നിരീക്ഷകരെ നിയമിച്ചു. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, ആ ജനാധിപത്യത്തെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതൊരു തർക്കം അല്ലെങ്കിൽ വേറെ ആ രീതിയിലേക്കൊന്നും പോകേണ്ട ഒരു സാഹചര്യമായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും യോഗത്തിലോ മറ്റോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി വാർത്തകളല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളാവാം, അതിനുള്ള പരിശ്രമങ്ങളാവാം. പാർട്ടി, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF മുന്നണി അത് വളരെ ഉഷാറായി കാര്യങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനം അടുത്ത ദിവസങ്ങൾ പുറത്തു വിടും. അപ്പോൾ നമുക്കറിയാം. അത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ വല്ലാതെ ടെൻഷൻ എടുക്കേണ്ട സാഹചര്യമില്ല. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പം ഇന്നലെയാണ് വന്നത്, മെയ് 4-ാം തീയതിയാണ്. അത്ര ഒന്നും എന്തായാലും കാത്തിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. അതിൻ്റെ കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഇവിടെ നേരത്തെ ജേക്കബ് സാർ പറഞ്ഞൊരു കാര്യത്തിന് എനിക്കൊരു ചെറിയ അഭിപ്രായമുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ലീഡറെ മുൻനിർത്തിയാണ് മത്സരിക്കാറ്, എന്നിട്ട് അങ്ങനെയാണ് CPM ഒക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് എന്നെ പരിചയമുണ്ട്, അനുഭവ പരിചയമുണ്ട്, എല്ലാം. എന്നാൽ 87-ൽ നായനാർ ഒരു ടീം ലീഡർ ഉണ്ടാവും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അല്ലല്ല, ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന, അതിന്റെ ഭാഗത്തെ നിർണ്ണയിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. EMS അത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ. അത് ടീം അത് കൃത്യമാണല്ലോ. അപ്പൊ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്. ടീം UDF ആണെങ്കിൽ കൂടി അദ്ദേഹമാണ് നിയന്ത്രിച്ചിട്ടുള്ളത്. ഇനി അതിന് ശേഷം ആര് എന്നുള്ളത് എല്ലാ മുന്നണികളും കാലങ്ങളിൽ മാറിയിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കും. അതിന്റെ പാർട്ടി AICC ഹൈക്കമാൻഡ് അറിയിക്കും. ഇവിടെ 87-ൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നായനാർ മുഖ്യമന്ത്രിയായ സാഹചര്യം, കേരം തിങ്ങും കേരളനാട്, KR ഗൗരി ഭരിച്ചീട് വന്ന് പാടിയതൊക്കെ എന്നേക്കാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ 96-ൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായി മത്സരിക്കാത്ത EK നായനാരാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പലപ്പോഴും പല സമയങ്ങളിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ജനാധിപത്യം ഒരു പ്രത്യേക ശൈലിയിലാണ്. അത് നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊക്കെ അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. അത് ആ രീതിയിൽ വളരെ ഭംഗിയായി ബോർഡ് വെച്ചത് ഫ്ലെക്സ് അടിക്കുന്നതും വരാപ്പുഴയിൽ ഫ്ലെക്സ് അടിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു. വരാപ്പുഴയിൽ CPM-ന്റെ നേതാക്കന്മാർ ഫ്ലെക്സ് അടിച്ച് വെച്ച് പോയ കഥയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സ് അടിച്ച് വെക്കുന്നത് ആരാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ CPM-കാർ അത് ഉപയോഗപ്പെടുത്താനും നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾക്ക് അത് പരമാവധി പ്രചരിപ്പിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പും പലപ്പോഴും CPM-നെയും ഇടതുപക്ഷത്തെയും ന്യായീകരിക്കാൻ പലരും ഉണ്ടാവാറുണ്ട്. ആ ന്യായീകരിച്ച ആളുകൾക്കുള്ള കുറ്റബോധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും ഉപദ്രവിച്ചത് ലീഗിനെയോ കോൺഗ്രസിനെയോ അല്ല, നമ്മുടെ കേരളം എന്ന മനോഹരമായ നാടിനെയാണ്. അത് തിരിച്ചു പിടിക്കാനാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ആ വോട്ട് ഇത്രത്തോളം കിട്ടിയത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മാത്രം വോട്ടല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത് എല്ലാ വിഭാഗം ജനങ്ങളും, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറയരുത് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വല്ലാതെ ആരും അത് ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദുമത വിശ്വാസികളും ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും ഇനി മതമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാർ പോലും കൈപ്പത്തിയിലും കോടിയിലും ഒക്കെ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണിത്. അത് നമ്മൾക്ക് അല്ലാതെ ഇത്ര വലിയ സമ്മതിക്കേണ്ടി വരും. അതാണ് പാർട്ടി അണികൾ പോലും വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമായിരുന്നില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്, തെരഞ്ഞെടുക്കുന്നത് ഷാക്കിർ പറഞ്ഞ പോലെ അത്ര ലളിതമാണോ, അത്ര ലളിതമായിരിക്കുമോ? ചോദ്യം വ്യക്തമായി കേട്ടില്ല. അല്ല, ഷാക്കിർ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന് ഒരു സിസ്റ്റം ഉണ്ട്, ആ രീതിയിൽ നടക്കും, അതിനെപ്പറ്റി കൂടുതൽ ബേജാറാവണ്ട എന്നാണ്. ഇല്ല, ലളിതമായി നടക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള രീതികൾ വെച്ച് നോക്കുമ്പോൾ വളരെ സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മിസ്റ്റർ കേസരി വേണുഗോപാൽ പറയുകയാണ്, ഞാൻ MLA അല്ല, ഞാൻ മത്സരരംഗത്തില്ല, ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണ്, ഹൈക്കമാൻഡുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, ഇവിടെ MLA-മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കട്ടെ, അതിന് തന്റെ രീതിയിലുള്ള ഇൻപുട്ടുകൾ താൻ നൽകാം എന്ന് പറഞ്ഞാൽ പകുതി വിഷയം കഴിയുന്നു. 2 MLA-മാരുടെ ഇടയിൽ നിന്നും രണ്ട് പേരുകളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റാളുകൾ കെ മുരളീധരൻ അർഹതയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അർഹതയുണ്ട്, പല ആളുകളുമുണ്ട്. പക്ഷേ അവിടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. രണ്ടും സമുന്നതരായ നേതാക്കളാണ്. ഒരാൾ വളരെ സീനിയർ നേതാവുമാണ് ചെന്നിത്തല. ഇവരിൽ ഒരാളെ പരസ്പര സമ്മതത്തോടുകൂടി തെരഞ്ഞെടുക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? MLA-മാരുടെ തല എണ്ണുന്നത് പിന്നീടാണ്. അതിനു മുമ്പ് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്തു, കൂടി ആലോചിച്ച് നിങ്ങൾ ഹൈക്കമാൻഡിന് 63 കോൺഗ്രസ് MLA-മാർ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രമേയം പാസാക്കുക. അതായത് തങ്ങൾ സ്വമേധയാ
തീരുമാനമെടുക്കാനുള്ള അവകാശം, കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുന്നു. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഒന്നൊന്നായി ആളുകളെ രഹസ്യമായി കാണുകയും അവരുടെ അഭിപ്രായം എഴുതി വാങ്ങുകയും ചെയ്യുമ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേരവിടെ വരേണ്ടതില്ലല്ലോ. അപ്പോൾ പിന്നെ എംഎൽഎമാർക്ക് ഒരു ചോയ്സ് എടുക്കേണ്ടി വരും. വി.ഡി. സതീശൻ ഓർ രമേശ് ചെന്നിത്തല ഇത് വളരെ രഹസ്യമായി എടുക്കുന്നതാണ്, പരസ്പരം അറിയാതെ ചെയ്യുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഹൈക്കമാൻഡിന് ഒരു ചിന്തയുണ്ടാകും. ഞാൻ ഇപ്പോഴും കരുതുന്നത് വി.ഡി. സതീശനെ 5 വർഷം മുൻപ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി നിയോഗിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, മറ്റാരെയൊക്കെ നിയമിക്കാമായിരുന്നല്ലോ. വി.ഡി. സതീശനെ നയിക്കാൻ കഴിയും. ഉജ്ജ്വലമായി തന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ആ ജോലി, തന്റെ ദൗത്യം താൻ പൂർത്തിയാക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്നും കാണിക്കേണ്ട, അത് കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സതീശൻ എന്തെല്ലാമാണ് അറ്റൈൻ ചെയ്തത്, അച്ചീവ് ചെയ്തത് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം. രമേശ് ചെന്നിത്തലയെ പ്രോപ്പറായി അക്കോമഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് വേണ്ടായെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ആദരണീയമായ ഒരു സ്ഥാനം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇവിടെ കേരള മന്ത്രിസഭയിൽ ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. അതായത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊന്നും സെറ്റിൽഡ് ആകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയോ അല്ല എങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനമോ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സാധ്യതയും ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷേ ഇത് സാധിക്കുന്നതേ ഉള്ളൂ. ഒരു കൺസെൻസസിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കാതെ കെ.സി. വേണുഗോപാൽ ഫാക്ടർ മാത്രം മാറ്റി നിർത്തി കാര്യങ്ങളെ കണ്ടാൽ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇപ്പോഴും കഴിയും എന്നതാണ്. ശരിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. താങ്കൾ പറഞ്ഞ പോലെ കെ.സി. വേണുഗോപാൽ സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ എന്നാലും ലളിതമാവുകയില്ല. അവിടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അവശേഷിക്കുന്നുമുണ്ട്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. വരും ദിവസങ്ങളിൽ ഈ ചർച്ചയിലേക്ക് കൂടുതൽ വരേണ്ടതായി വരും എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രി തർക്കം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 61%, ഇല്ല എന്ന് 34%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.